ഹായ്. യെസ്. അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ക്വസ്റ്റ്യന് 28th January ഷിഫ്റ്റ് 1-ൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. യെസ്. എന്താ ക്വസ്റ്റ്യൻ? 10 kilogram ice at -10 degrees Celsius is added to 100 kilogram of water to lower its temperature from 25 degrees Celsius. Consider no heat exchange to surroundings. The decrement ടു ദ ടെമ്പറേച്ചർ ഓഫ് വാട്ടർ ഈസ്. ഓക്കെ, വളരെ കൺവെൻഷണൽ ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് അല്ലേ. സാധാരണഗതിയിൽ എക്സാമിന് ചോദിക്കുന്നതാണ്. പക്ഷേ ഇത്തരം ക്വസ്റ്റ്യൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്താ അറിയും, ചെയ്യൽ ഭയങ്കര സംഭവമൊന്നുമില്ല, പക്ഷേ കാൽക്കുലേഷനൊക്കെ നമ്മൾ നന്നായി ശ്രദ്ധിച്ച് ചെയ്തു പോയിട്ടില്ലെങ്കിൽ നമ്മൾ അബദ്ധത്തിൽ വീഴും. അങ്ങനെ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ടായി കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഫൈനൽ ആൻസറിലേക്ക് എത്താൻ പറ്റില്ല. അപ്പോൾ നമുക്ക് ഇവിടെ എന്താ സംഭവിക്കുന്നത്, -10 ഡിഗ്രി സെൽഷ്യസിലുള്ള ഐസാണ്. അപ്പോൾ -10 ഡിഗ്രി സെൽഷ്യസിലുള്ള ഐസ് ആദ്യം എന്താവണം, 0 ഡിഗ്രി സെൽഷ്യസിലുള്ള ഐസാക്കി മാറ്റണം അതിന്. അപ്പോൾ അതിനുള്ള ഹീറ്റ് ഗെയിൻ എത്രയെന്ന് കണ്ടെത്തണം. പിന്നെ 0 ഡിഗ്രി സെൽഷ്യസിലുള്ള ഐസ് ആ റൂട്ട് നമുക്കിവിടെ മാർക്ക് ചെയ്യാം. ഫസ്റ്റ് ചെയ്യേണ്ടത് -10 ഡിഗ്രി സെൽഷ്യസ് ഐസ് എന്താവണം, 0 ഡിഗ്രി സെൽഷ്യസിലുള്ള ഐസായിട്ട് മാറണം. അതിനുശേഷം എന്താവണം, 0 ഡിഗ്രി സെൽഷ്യസിലുള്ള ഐസ് 0 ഡിഗ്രി സെൽഷ്യസിലുള്ള വാട്ടറായിട്ട് കൺവേർട്ട് ചെയ്യണം, ലേറ്റന്റ് ഹീറ്റ്. അതിനുശേഷമാണ് 0 ഡിഗ്രി സെൽഷ്യസിലുള്ള വാട്ടർ ആക്കിയിട്ട് അതിനെ മാറ്റണം, ഡിഗ്രി സെൽഷ്യസിലുള്ള വാട്ടർ. ഓക്കെ, അതുപോലെ വാട്ടറിന്റെ അവസ്ഥ എന്താണ്, വാട്ടർ ഇത് കംപ്ലീറ്റ് എന്താ, ഹീറ്റ് ഗെയിൻ ആണ്. ഇവിടെ കംപ്ലീറ്റ് സംഭവിക്കുന്നത് ഹീറ്റ് ഗെയിൻ ആണ്. ഇനി ഹീറ്റ് ലോസ് സംഭവിക്കുന്നത് വാട്ടർ. അപ്പോൾ വാട്ടറിന്റെ ടെമ്പറേച്ചർ 25 ഡിഗ്രി സെൽഷ്യസ് ആണ്. അപ്പോൾ 25 ഡിഗ്രി സെൽഷ്യസിലുള്ള വാട്ടർ ആദ്യം എന്തായിട്ട് മാറണം, അവിടെ ഒറ്റ കേസേ വരുന്നുള്ളൂ അല്ലേ, അതായത് ഡിഗ്രി സെൽഷ്യസിലുള്ള വാട്ടറായിട്ട് കൺവേർട്ട് ചെയ്യാം, ഡിഗ്രി സെൽഷ്യസിൽ. യെസ്. എന്നിട്ട് നമ്മൾ പ്രിൻസിപ്പിൾ ഓഫ് കലോറിമെട്രി അപ്ലൈ ആണ്. അതായത് ഹീറ്റ് ഗെയിൻഡ് ഈസ് ഈക്വൽ ടു ഹീറ്റ് ലോസ്റ്റും ഹീറ്റ് ഗെയിൻഡും ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പരിപാടി കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ നമുക്ക് ചെയ്തു തുടങ്ങാം. നമ്മുടെ വാല്യൂസിൻ്റെ ഇമ്പോർട്ടൻസ് ഒക്കെ 10 kg ഐസാണ്, അതുപോലെ 100 kg വാട്ടർ. ഓക്കെ, ദെൻ നമുക്ക് ആവശ്യമുള്ള വാല്യൂസുകളൊക്കെ ക്വസ്റ്റനിൽ തന്നിട്ടുണ്ട്. സ്പെസിഫിക് ഹീറ്റ് ഓഫ് ഐസ് തന്നിട്ടുണ്ട്, സ്പെസിഫിക് ഹീറ്റ് ഓഫ് വാട്ടർ തന്നിട്ടുണ്ട്, ലേറ്റന്റ് ഹീറ്റ് ഓഫ് ഫ്യൂഷൻ ഓഫ് ഐസും ക്വസ്റ്റനിൽ തന്നിട്ടുണ്ട്. യെസ്. അപ്പോൾ നമുക്ക് ചെയ്തു തുടങ്ങാം. ഞാൻ ആദ്യം ഹീറ്റ് ഗെയിൻ കണ്ടെത്താൻ പോവാം. അപ്പോൾ ക്യൂ ഗെയിൻ എടുക്കുക. ഹീറ്റ് ഗെയിൻ എന്ന് പറയുന്നത്, അപ്പോൾ ആദ്യം നമുക്കിവിടെ ഐസാണ്. അപ്പോൾ 10 kg ഐസ് 0 ഡിഗ്രി സെൽഷ്യസിലേക്ക് വരണം അല്ലേ. അപ്പോൾ MC ΔT അല്ലേ. ഓക്കെ, അപ്പോൾ MC ΔT. അപ്പോൾ M ഐസാണ്, ഞാൻ നേരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. അപ്പോൾ M ഐസ് എത്ര, 10 kg. ദെൻ നോക്കൂ, ഐസിൻ്റെ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി നമുക്ക് തന്ന് 2100, വാട്ടറിൻ്റെ ഹാഫ് ആയിരിക്കും. അപ്പോൾ 2100 ഇൻറ്റു ΔT ആണ്. ΔT എന്ന് പറഞ്ഞാൽ അപ്പോൾ എത്രയാണ്, ഫൈനൽ ടെമ്പറേച്ചർ 0 -10 ഡിഗ്രി സി. ഓക്കെ, കഴിഞ്ഞിട്ടുണ്ടോ, ഇല്ല. പ്ലസ് ഇപ്പം എന്തായത്, -10 ഡിഗ്രി സെൽഷ്യസിലുള്ള ഐസ് 0 ഡിഗ്രി സെൽഷ്യസിലുള്ള ഐസായിട്ട് മാറി. ഇനി 0 ഡിഗ്രി സെൽഷ്യസിലുള്ള ഐസ് 0 ഡിഗ്രി സെൽഷ്യസിലുള്ള വാട്ടർ ആവണം. അപ്പോൾ ക്യൂ എത്ര, ML. എഗെയിൻ M എത്രയാണ്, 10 ഇൻറ്റു L എത്രയാണ്, ലേറ്റന്റ് ഹീറ്റ് ഓഫ് ഫ്യൂഷൻ 3.36 ഇൻറ്റു 10⁵5. അപ്പോൾ 3.36 ഇൻറ്റു 10⁵5. കഴിഞ്ഞിട്ടുണ്ടോ, ഇല്ല. ഇനി എന്ത് ചെയ്യണം, ഇനി അതേ 10 kg, ഇപ്പോൾ 10 kg വാട്ടറായിട്ട് കൺവേർട്ട് ആയി. ആ 10 kg വാട്ടറിൻ്റെ ടെമ്പറേച്ചർ 0 ഡിഗ്രി സെൽഷ്യസിൽ നിന്ന് ഡിഗ്രി സെൽഷ്യസിലേക്ക് എത്തണം. യെസ്. അപ്പോൾ ദാറ്റ് ഈസ് എഗെയിൻ 10 ഇൻറ്റു, അതായത് മാസ് ഓഫ് ഐസ്. പക്ഷേ ഇപ്പോൾ അത് ഐസ് അല്ല, ഇപ്പോൾ അത് വാട്ടറാണ്. അപ്പോൾ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ഓഫ് വാട്ടർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. 4200 ഇൻറ്റു നമുക്ക് എത്ര കിട്ടുക, ഇൻറ്റു T-0. ഫൈനൽ ടെമ്പറേച്ചർ T, ഇനീഷ്യൽ ടെമ്പറേച്ചർ 0, T-0. ഇതാണ് ഹീറ്റ് ഗെയിൻ. അപ്പോൾ ഹീറ്റ് ഗെയിൻഡ് ആണത്. ദാറ്റ് ഈസ് ഈക്വൽ ടു നമുക്ക് ചെക്ക് ചെയ്യാം. അപ്പോൾ മൾട്ടിപ്ലിക്കേഷനൊക്കെ നമ്മൾ വളരെ കെയർഫുൾ ആയിട്ട് ചെയ്യാം. അപ്പോൾ ഇവിടെ നമുക്ക് ആരുള്ളത്, ഇവിടെ
2 1 എത്ര സീറോ ഉണ്ട്? ഇത് 10, അപ്പോൾ 4 zeros അല്ലേ? 1 2 3 4 അവിടെ കേട്ടെ. പ്ലസ് നമുക്കിവിടെ 3.36, അപ്പോൾ 3.36 ഇൻറ്റു 10⁻6 പ്ലസ് ഇവിടെ നമുക്കുള്ളത് 42000 0t. റെഡിയാണല്ലോ? റെഡിയാണ്. നമുക്ക് ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യാം. ഇവിടെ 6 അല്ലല്ലോ, 1 2 3 4 5 6. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് 0.21 ഇൻറ്റു 10⁻6 ആണത്. അപ്പോൾ 0.21ഉം അപ്പോൾ 3.57 ഇൻറ്റു 10⁻6 പ്ലസ് 42,000t. ഇക്വേഷൻ നമ്പർ 1. ഓക്കെ, റെഡി. ഓക്കെ, ഇനി ഹീറ്റ് ലോസ്റ്റ്. നൗ ഹീറ്റ് ലോസ്റ്റ്, Q ലോസ്റ്റ്, ദാറ്റ് ഈസ് ഈക്വൽ ടു, അതാർക്കാണ് Q ലോസ് ചെയ്യുന്നത്? വാട്ടർ എത്രയുള്ളത്? 100 kg വാട്ടർ ഉണ്ട്, അത് 25 ഡിഗ്രി സെൽഷ്യസിലുള്ളത്. ഓക്കെ, അപ്പോൾ ഒരൊറ്റ ഇക്വേഷൻ നമുക്ക് അവിടെ വരുന്നുള്ളൂ. ദാറ്റ് ഈസ് 100 mc ഡെൽറ്റ ടി 100 ഇൻറ്റു 4200 ഇൻറ്റു ഹീറ്റ് ലോസ്റ്റ് ആണ്. അപ്പോൾ ഇനീഷ്യൽ ടെമ്പറേച്ചർ 25 മൈനസ് ക്യാപിറ്റൽ ടി. റെഡി. ഓക്കെ, ഈ രണ്ട് ഇക്വേഷനും കൂടെ നമുക്ക് ഇക്വേറ്റ് ചെയ്യാം. അപ്പോൾ ഇനി പ്രിൻസിപ്പിൾ ഓഫ് കലോറിമെട്രി ആണ്. ഹീറ്റ് ലോസ്റ്റ് ഈക്വൽ ടു ഹീറ്റ് ഗെയിൻ നമുക്ക് കൊടുക്കാം. ദർഫോർ ഇവിടെ വെച്ചിട്ട് നമ്മൾ ചെയ്യുകയാണെങ്കിൽ ഇവിടെ നമുക്ക് 42 ഇൻറ്റു 25 നമുക്ക് ചെക്ക് ചെയ്യാം. 42, കാരണം ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ ഒക്കെ നമ്മൾ ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ 0 1 2 4 8 0 5. ഓക്കെ, വളരെ കെയർഫുൾ ആയിട്ട് ചെയ്തില്ലെങ്കിൽ നമുക്ക് അബദ്ധത്തിലെത്തും, ശ്രദ്ധിക്കണം. അപ്പോൾ 1050 ഇൻറ്റു 10⁻4 മൈനസ് 4200 ഇൻറ്റു ടി, ദാറ്റ് ഈസ് ഈക്വൽ ടു, അപ്പോൾ ഇക്വേഷൻ 2 ഈക്വൽ ടു ഇക്വേഷൻ 1 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 3.57 ഇൻറ്റു 10⁻6 പ്ലസ് 42,000t. 42,000t. ഓക്കെ, റെഡി. യെസ്, അപ്പോൾ നമുക്ക് ആ ടെമ്പറേച്ചറുകൾ നമുക്ക് ഒരുമിച്ചാക്കാം. അപ്പോൾ ഇയാളും കൂടെ അങ്ങോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് അപ്പോൾ എത്ര ഉണ്ടാവും? 42,000 അല്ലേ? 42,000. യെസ്, അപ്പോൾ 0 0 0, അതായത് ടീൻ്റെ ടേമിന് -42 ഈ ടേമിന് ഞാൻ അങ്ങോട്ട് കൊണ്ടുപോകണേ. അപ്പോൾ 0, ദെൻ അവിടെ നമുക്ക് 2 ഉണ്ട്, 2, ദെൻ 6 4. ശരിയല്ലേ? റെഡിയാണോ? 3 0. റെഡി. 0 2 വന്നു, 2, ദെൻ 2 + 4 6 വന്നു. യെസ്, 1 2 3 4 5 6. 1 2 3 4 5 6. റെഡി. ടി ഈക്വൽ ടു ഇത് അങ്ങോട്ട് പോകുമ്പോൾ നമുക്ക് 10.5 ഇൻറ്റു 10⁻6 ആക്കാം. 10.5 ഇൻറ്റു, അപ്പോൾ 10.5 ഇൻറ്റു 10⁻6 എന്ന് വെച്ചാൽ -3.57 ഇൻറ്റു 10⁻6. റെഡി അല്ലേ? ഓക്കെ ആണ്. അപ്പോൾ 10.5 മൈനസ് 3.57. ഓക്കെ, അപ്പോൾ 3 9 9 - 3 6 6.93. That is equal to 6.93 into 10⁻6. Okay. Therefore you will get T is equal to 6.93 into 10⁻6 divided by
1 2 3 4 5 6 0.462 into 10⁻⁶. റെഡി അല്ലേ? റെഡിയാണ്. അപ്പോൾ ഇനി ഈ കാൽക്കുലേഷനും കൂടെ നമുക്ക് ചെയ്യാനുള്ളൂ. അതായത് 6.93 ഡിവൈഡഡ് ബൈ 0.462. നമ്മുടെ ആൻസേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ചെറിയ ആൻസേഴ്സ് നോക്കാം നമുക്ക്. പക്ഷെ നമ്മളോട് ചോദിച്ചത് ഒരു കാര്യം കൂടെ ഉണ്ട് കേട്ടോ. നമ്മളോട് ആ ഫൈനൽ ടെമ്പറേച്ചർ അല്ല ക്വസ്റ്റ്യൻ, ഡിഗ്രിമെന്റ് ആണ് ക്വസ്റ്റ്യൻ. ഇതാണ് അതിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം. ഇതൊക്കെ നിങ്ങൾ വളരെ കൃത്യമായിട്ട് ചെയ്ത ആൻസറിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അവിടെയാണ് ഏറ്റവും വലിയ ട്രാപ്പ് കിടക്കുന്നത്. ഇവിടെ ക്വസ്റ്റ്യൻ ആ ഫൈനൽ T°C അല്ല ക്വസ്റ്റ്യൻ, പകരം 25°C വാട്ടറിന്റെ ടെമ്പറേച്ചർ എത്രയാണ് കുറഞ്ഞതെന്നാ. അപ്പൊ 25 മൈനസ് ആ T ആയിരിക്കും നമ്മുടെ ΔT ആണ് ക്വസ്റ്റ്യൻ കേട്ടോ. അതാണ് ഇതിൽ ഏറ്റവും വലിയ ട്രാപ്പ്. ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ചില കുട്ടികൾ അവിടെ ആയിരിക്കും തെറ്റിക്കുക. ΔT ആണ് ക്വസ്റ്റ്യൻ, ΔT. റെഡി അല്ലേ? ഓക്കെ, ഇവിടെ നോക്കൂ. നമുക്ക് ഇത് ഏറെക്കുറെ നമുക്ക് കിട്ടാൻ സാധ്യത ഉള്ളത്. ഓക്കെ, കാരണം 693 അപ്പോൾ 700 ഒരു 15 ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം നിങ്ങൾ കേട്ടോ. 15 ലെറ്റ് മീ ചെക്ക്. യെസ്, അപ്പോൾ 10⁻⁶ കട്ട് ചെയ്തു. ഇത് സോൾവ് ചെയ്താൽ യു വിൽ ഗെറ്റ് 15 ചെക്ക് ചെയ്തോ. 15 into 0.462 മൾട്ടിപ്ലൈ ചെയ്താൽ യു വിൽ ഗെറ്റ് 6.93. ഓക്കെ, അത് നിങ്ങൾക്ക് കിട്ടും. നൗ പക്ഷേ 15 ആണോ ആൻസർ? അല്ല, അവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്. 15 അല്ല ആൻസർ. ഇനിയാണ് നമ്മുടെ ടാസ്ക്, മീൻസ് ഐഡന്റിഫൈ ചെയ്യേണ്ട കാര്യം. ടാസ്ക് ഒന്നുമില്ല, കാരണം നമ്മളോട് ചോദിച്ചത് ΔT ആണ്. അപ്പോൾ therefore ΔT is equal to, ഇത് ഫൈനൽ ടെമ്പറേച്ചർ ആണ് നമുക്ക് ഈ 15°C കിട്ടിയത്. 25 minus 15 equal to 10°C is the final answer. It is not 15. നോക്കൂ, ആ 15 ഇവിടെ ഉണ്ട്. അപ്പോൾ 15 അല്ല ആൻസർ. ആൻസർ ഏതാണ്? ആൻസർ ഓപ്ഷൻ 1, 10 is the right answer.